ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരുമിച്ച് കൂടിയതിൽ വലിയൊരു വിഭാഗം ഹുദവികളും അവരുടെ സഹധർമ്മിണികളും കുടുംബവുമൊക്കെയാണ്. അല്ലാത്ത ആളുകളും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഹാദിയുടെ കീഴിൽ CSCയുടെ കീഴിൽ നടത്തപ്പെടുന്ന വിവിധ കോഴ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഹാദിയ 2015 നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള സെന്റർ ഫോർ സോഷ്യൽ എക്സലൻസ് എന്ന് പറയുന്ന ഹാദിയയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ആസ്ഥാന മന്ദിരം കേരളീയ മുസ്ലിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായ ഒരു പ്രദേശം കൂടിയായ പാണക്കാട് തുടക്കം കുറിച്ചത്. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സംവിധാനത്തിന്റെ കീഴിൽ ഇന്ത്യയിലെ 2000-ഓളം വരുന്ന ഗ്രാമങ്ങളിൽ മതവിദ്യാഭ്യാസ പാഠശാലകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങളും അല്ലാത്തവരുമായ എല്ലാ ആളുകൾക്കും അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം വൈവിധ്യമാർന്ന കോഴ്സുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. CSCയുടെ കീഴിൽ റീഡ് ഓൺലൈൻ എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് ഓൺലൈൻ മദ്രസ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ഏകദേശം 16ഓളം വരുന്ന രാജ്യങ്ങളിലെ വിദ്യാർത്ഥിനികൾ അതിൽ പഠിക്കുകയും ഇസ്ലാമിനെയും അള്ളാഹുവിനെയും അറിയുവാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നത് ചെറിയ കാര്യമല്ല. അതുപോലെ ഹാദിയയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ അടുത്ത് ഹാദിയയുടെ ഒരു സെന്റർ ദുബായിൽ തുടങ്ങുകയും അൽഹംദുലില്ലാഹ് അതിന്റെ കീഴിലും ഈ പറയപ്പെട്ട പോലെ വൈവിധ്യമാർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സാധാരണ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നതിനപ്പുറത്ത് ഇസ്ലാമിനെ ശരിയായി ഉൾക്കൊള്ളുന്ന ഒരു വലിയ തലമുറ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹാദിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഹുദവികൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനമല്ല, മറിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നിരവധി ആളുകൾ ഒരുമിച്ച് നമ്മോട് ഇന്ന് ദുആ ചെയ്യാനും ഒക്കെ ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ കൂട്ടായ പരിശ്രമങ്ങൾ കൊണ്ടാണ് ഹാദിയ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എനിക്ക് വളരെ വിനയത്തോടു കൂടി സൂചിപ്പിക്കുവാനുള്ള ഒരു കാര്യം, വളരെ ഭീമമായ സംഖ്യ ചെലവഴിച്ചുകൊണ്ടാണ് ഈ സംരംഭങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാ അർത്ഥത്തിലും ഇതിനു വേണ്ടി ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ നിരവധി നിർവ്വഹണ പ്രവർത്തനങ്ങൾ ഓരോ സന്ദർഭത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അറിയുകയും അതുമായി ബന്ധപ്പെടുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളുടെ തുടക്കമാണ്. ബഹുമാന്യരായ ഉസ്താദുമാർ, അതുപോലെ ഹുദവിമാർ, അവരുടെ സഹധർമ്മിണികൾ, ഹിമായ കോഴ്സിൽ പങ്കെടുക്കുന്നവരൊക്കെ നിരവധി ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നിങ്ങളെയൊക്കെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നിവിടെ പ്രാർത്ഥന നടത്തിയ ബഹുമാന്യനായ സയ്യിദ് ഷാഹുൽ ഹമീദ് ഹുദവി, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി വിഭാഗം അധ്യാപകനാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഖിറാഅത്ത് നിർവഹിച്ച ഹാഫിദ് ഫായിസ് ഹുദവി കോട്ടുമല, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഹാദിയ മീലാദ് ഹിമായയുടെ കീഴിൽ, ഹിമായ എന്ന് പറഞ്ഞാൽ CSCയുടെ കീഴിൽ നടത്തപ്പെടുന്ന കോഴ്സുകളുടെ ഒരു വേദിയാണ് ഹിമായ. എല്ലാ 10ഓളം, ഇന്നിപ്പോ ബഹുമാന്യനായ CSCയുടെ ജനറൽ സെക്രട്ടറി ജലീൽ ഉസ്താദ് പറഞ്ഞത് 10ഓളം വിവിധ വിഭാഗങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുകയും നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹിമായയുടെ കീഴിലുള്ള വിദ്യാർത്ഥിനികൾ അവരുടെ കീഴിൽ നടത്തപ്പെടുന്ന മീലാദ് ഫെസ്റ്റ് ആണ്. അതിന്റെ ഔദ്യോഗികമായ ലോഞ്ചിങ് ഇവിടെ വെച്ച് നടത്തും. അത് CSCയുടെ ജനറൽ സെക്രട്ടറി ജലീൽ ഹുദവി ഉസ്താദ് ബാലയിലും അതുപോലെ സയ്യിദ് ഷാഹുൽ ഹമീദ് ഹുദവി അത് രണ്ടുപേരും കൂടിയിട്ടാണ് ലോഞ്ചിങ് നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ വെച്ച് നടക്കുന്നത് ഇസൽ വിരുന്നാണ്. അതിൽ 2 പ്രധാനപ്പെട്ട ടീമുകൾ അവരുടെ ഗാനാലാപനങ്ങളാണ്. മദീന മൽഹാർ ഷമീൽ മലയമ്മ ആൻഡ് ടീമിന്റെയാണ്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം പിന്നീട് നടക്കുന്നത് കലിമത്തുൽ മഹബ എന്ന പേരിൽ അഭിവന്ദനായ ഞങ്ങളുടെയൊക്കെ ഗുരുവര്യർ ഉസ്താദ് ഇസ്ഹാഖ് ബാക്കവി ദാറുൽ ഹുദയിലെ PG വിഭാഗത്തിൽ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഉപദേശമാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നത് ഇസൽ വിരുന്നാണ്. വീണ്ടും
റൂഹി ഫിദ എന്ന് പറയുന്ന ഒരു ടീം, വാരിസ് ഹുദവിയാന്റെ ടീമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പിന്നീട് ഇവിടെ സമാപന ദുആ അതും ബഹുമാന്യനായ ഇസാഖ് ഉസ്താദ് നിർവഹിക്കും. പിന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഹാദിയയുടെ ഭാരവാഹികൾ, അതുപോലെ ഞാൻ ആരെയും പേര് പറഞ്ഞ് ഇതിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് എല്ലാവരെയും മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നവർ, വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നവർ, ഇതിലേക്ക് വലിയ സംഭാവനകൾ നൽകിയ ആളുകളുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, പ്രത്യേകിച്ച് ഇതിങ്ങനെ ഒരുക്കിയെടുക്കാൻ വേണ്ടി രാവും പകലും അഹോരാത്രം അധ്വാനിച്ച സെന്റർ ഫോർ സോഷ്യൽ എക്സലൻസിലെ ജീവനക്കാരായ ഇവിടുത്തെ പ്രിയപ്പെട്ട ഹുദവി സുഹൃത്തുക്കളും ഹുദവികളല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. ഏകദേശം 50ഓളം ആളുകൾ ഇതിനുള്ളിൽ മാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ നിരന്തരമായ പരിശ്രമമാണ് ഈ കാണുന്ന വേദി. അവർക്ക് കൂടി ഞാൻ എല്ലാവിധ നന്ദിയും കടപ്പാടുകളും അറിയിക്കുന്നതോടൊപ്പം അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കട്ടെ. നമ്മയൊക്കെ പ്രവാചക സ്നേഹികൾ അല്ലാഹു